ഹലോ എവരിവൺ, എൻ്റെ പേര് അരവിന്ദ് രഘു. ഞാൻ ഇന്നീ വീഡിയോയിൽ വന്നതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കഥ പറഞ്ഞു തുടങ്ങാം നമുക്ക് ആദ്യം തന്നെ. അപ്പോൾ കഥ ഇത്രയേ ഉള്ളൂ. ഞാൻ പണ്ട് എവിടെയോ വായിച്ചു കേട്ട കഥയാണ്. അപ്പോൾ കഥ ഇത്രയേ ഉള്ളൂ. ഒരു രാജ്യത്താണെങ്കിൽ ഒരു രാജാവ് ഒരു വിളംബരം നടത്തി. ആ രാജ്യത്തെ ഏറ്റവും വലിയ മല കീഴടക്കുന്ന ആളാരാണോ ആ മല കീഴടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ആ രാജ്യത്തിൻ്റെ പകുതി എഴുതി കൊടുക്കാമെന്ന്. അപ്പോൾ ആ രാജ്യത്തെ യുവാക്കളെല്ലാവരും കൂടെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ആ മല കീഴടക്കിയ ആൾക്കാരുടെ അടുത്ത് പോയി അഭിപ്രായം ചോദിച്ച് മത്സരിച്ച് തീരുമാനമെടുത്തു. എന്നിട്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് മല കയറാൻ തുടങ്ങി. മല കയറി പകുതി എത്തുമ്പോൾ പല ആൾക്കാരും താഴെ വീഴാൻ തുടങ്ങി. ചില ആൾക്കാർക്ക് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഹീറോ, അതായത് നമ്മളീ പറയുന്ന കഥയിലെ നമ്മുടെ ഹീറോ ഒരിക്കലും വിജയിച്ച ആളുടെ അടുത്ത് പോയിട്ട് ചോദിച്ചിട്ടില്ല. ചോദിച്ചത് മൊത്തം തോറ്റുപോയവരുടെ അടുത്ത്, അതായത് ഈ ഓരോ മല കയറുമ്പോഴും തോക്കണ ആൾക്കാരുടെ അടുത്ത് പോയിട്ടാണ്, ഇതിനു മുമ്പ് മല കയറി തോറ്റവരുടെ അടുത്തൊക്കെ പോയിട്ടാണ് നമ്മുടെ ഹീറോ പോയിട്ട് അഭിപ്രായം ചോദിച്ചത്. അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, അതായത് ഏറ്റവും പ്രായം കൂടിയ ആൾ ചോദിച്ചു, നീ എന്തിനാണ് ഈ തോറ്റ ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്കുന്നത്? ജയിച്ച ഒരാളുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് സുഖമായിട്ട് വഴി വെട്ടി കയറി പോകാൻ പാടില്ലായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഇതിലേക്ക് പോകുമ്പോൾ ജയിച്ച ആളോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ പോയ വഴി മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ തോറ്റ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ ചതിക്കുഴികൾ ഇരിപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ചതിക്കുഴികൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലും ചതിപ്പെടാൻ പറ്റില്ല. പക്ഷേ ആദ്യം കയറിപ്പോയ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വഴികളിലൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. ഞാൻ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണെങ്കിൽ കുറേ യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് ഈ ഒരു ചാനലിൽ മാത്രമേ ഞാൻ ഫേസ് കാണിച്ച് വീഡിയോ ഇടാറുള്ളൂ. ബാക്കിയുള്ള ചാനലൊക്കെ ഡെഡ് എൻഡ് ആയി പോയി. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഹാംസ്റ്റേഴ്സിനെ വളർക്കണ്ടെന്ന്. അപ്പോൾ ഹാംസ്റ്ററിനെ വളർക്കണ ഇതിൻ്റെ വീഡിയോ 25-ാം തീയതി വരും. അപ്പോൾ ഹാംസ്റ്റേഴ്സിനെ ഇടുന്ന ആ വീഡിയോയുടെ സീരീസിൻ്റെ പേര് പ്രൊജക്റ്റ് എച്ച് എന്നാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതിൻ്റെ ലോഗോ, പ്രൊജക്റ്റ് എച്ച് ബൈ ACR ഫാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൂടി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ വരുമാനമൊക്കെ വെച്ച് വേറെയും പെറ്റ്സിന് മേടിക്കും. എക്സോട്ടിക്സിൽ പെടുന്ന പെറ്റ്സിനായിരിക്കും നമ്മൾ കൂടുതലും മേടിക്കുക. അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ സൈനിങ് ഓഫ്.